ചർച്ച ചെയ്തത് കൊണ്ടാണ് ശ്രീ വസന്ത് ഇവിടെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ താങ്കൾക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. സാധാരണ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ? കാരണം ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് താങ്കൾക്ക് തന്നെ അറിവുള്ള കാര്യമാണല്ലോ. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതൊരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ? അതിനപ്പുറത്ത് വളരെ പെട്ടെന്ന് ഒരു തെളിവുകളുമില്ലാതെ, ഞാൻ ആ ഉത്തരവിൻ്റെ പകർപ്പൊന്നും വായിക്കുന്നില്ല, അത് ഒരുപാട് സമയം കളയേണ്ടതില്ല എന്നതുകൊണ്ടാണ്, ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെയാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കേതികമായ നടപടിക്രമമല്ലേ? അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുക? അതിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ സാധിക്കുക? ശ്രീ അഭിലാഷ്, അതിൽ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. നേരത്തെ ഇടത് പ്രതിനിധി, എനിക്ക് തോന്നുന്നത് ഇടത് പ്രതിനിധിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചില റിപ്പോർട്ടുകൾ, അപൂർണമായ റിപ്പോർട്ടുകൾ, ആ അപൂർണമായ റിപ്പോർട്ടുകളുടെ പുറത്താണ് ഇവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്. അദ്ദേഹത്തിന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്താണ് എന്നറിയാത്തത് എന്റെ കുറ്റമല്ല. അത് 1961 IT ആക്ട് 244 പ്രകാരം രൂപീകരിച്ചു കൊണ്ട ഒരു ബോർഡാണ്. അതായത് അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ആ അർദ്ധ ജുഡീഷ്യൽ ബോഡി റിപ്പോർട്ട് ആർക്കും സമർപ്പിക്കാൻ പോകാറില്ല. അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, റിപ്പോർട്ടുകൾ അത് വിധിയാണ്. മനസ്സിലാക്കുക. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ വീണ വിജയനെതിരെ നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ തന്നെ പരാമർശമുള്ളത് എന്നത് അംഗീകരിക്കുന്നുണ്ട്. ആ പരാമർശമുള്ള അത് റിപ്പോർട്ടല്ല, അതൊരു വിധിയാണ്. ആ വിധിയുടെ പുറത്താണ് അന്വേഷണം നടക്കേണ്ടത്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട 5 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, ഈ 1.72 കോടി രൂപ അത് കൈപ്പറ്റി എന്നതിന് നമുക്ക് എത്തിക്കലി അത് പ്രൂവ് ചെയ്യാം, തെറ്റായിരുന്നു എന്ന് നിയമപരമായി പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ് CPM-ഉം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും. അത് അവർ കൃത്യമായി ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ 1.72 കോടി എക്സാലോജിക്കിന് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കർത്തയുടെ കമ്പനി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ സർവീസിനാണ് എന്ന് പറഞ്ഞാൽ അതിൽ കേസില്ലല്ലോ. പക്ഷേ ആ സർവീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നിടത്താണ് അതിനെ ലോജിക്കലി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഇവർ പറയുന്നത് എന്താണ്, ഇത് കൊടുത്തു, MS ഓഫീസ് കൊടുത്തു, സൂം കൊടുത്തു, വാട്സപ്പ് കൊടുത്തു, ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് എടുത്തു കൊടുത്തു. അതിനാണ് 1.72 കോടി രൂപ പ്രതിമാസം എക്സാലോജിക്കിന് കൈമാറിയത് എന്നാണ് ബാലൻ അടക്കമുള്ള, ബാലന് ഫേസ്ബുക്ക് ഏതാ വാട്സപ്പ് ഏതാണെന്ന് അറിയത്തില്ലാത്തൊരു മുതിർന്ന CPM-ന്റെ നേതാവാണ് എന്നിരിക്കട്ടെ. പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ വരുന്ന DYFI നേതാക്കൾ പോലും വളരെ ആധികാരികമായി എന്ന് പറയുന്നത്, നോക്കൂ ഞങ്ങളുടെ എക്സാലോജിക്, ഞങ്ങളുടേതാണ് പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ എക്സാലോജിക്ക് MS ഓഫീസ് എടുത്തു കൊടുത്തു. ചുമ്മാ MS ഓഫീസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? 1.72 കോടി രൂപയുടെ MS ഓഫീസ് എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. ചില DYFI സഖാക്കൾ എന്നോട് പറഞ്ഞത്, ഈ തിരുവനന്തപുരത്തൊക്കെ MS ഓഫീസ് പോലെ ഒരു ഓഫീസ് പണിയണമെങ്കിൽ ങ്കിൽ എത്ര രൂപയാകുമെന്ന വസന്ത വിചാരിക്കുന്നതെന്നാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇവർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്. രണ്ട് ഒരു മിനിറ്റ് അഭിലാഷ്, ഒരു 10 സെക്കൻഡ്. രണ്ട്, മസ്കറ്റ് ഹോട്ടലിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന CM രവീന്ദ്രൻ അന്നൊരു പേഴ്സണൽ മീറ്റിംഗ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അത് കേരളത്തിലെ കരിമണൽ സമ്പത്തിനെ പറ്റിയാണ്. അത് എന്താ പറയുന്നത്, കണ്ടെത്തിയാൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ കേരളം മറ്റൊരു ദുബായ് ആയി മാറും എന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രസംഗവും ഇതും തമ്മിൽ ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ കരിമണൽ കമ്പനിയുടെ മാനേജറായ MD-ആയ മുതലാളിയായ കർത്തയുടെ അളിയൻ, നമ്മുടെ ഭാഷയിൽ അളിയൻ എന്ന് പറയുമല്ലോ, അതായത് പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ ഭാര്യ കർത്തയുടെ സഹോദരിയാണ്. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്നത്. കരിമണൽ കർത്തയ്ക്ക് ആവശ്യമായ രീതിയിൽ ഇപ്പോ നമ്മുടെ മുമ്പിലുള്ളത് വീണ 1.72 കോടി മേടിച്ചു എന്നത് മാത്രമല്ല, സർക്കാരിന് കിട്ടേണ്ട ലാഭവിഹിതം അത് ഇല്ലാതാക്കി കാണിച്ചുകൊണ്ട് 14% ഗവൺമെന്റ് ഷെയറുള്ള, സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയറുള്ള കമ്പനിയുടെ വലിയ ഹ്യൂജ് പ്രോഫിറ്റ് അത് വകമാറ്റി സ്വന്തം പോക്കറ്റിലേക്ക് ആക്കിയത് വഴി 14% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 140-150 കോടി രൂപ വരും. കഴിഞ്ഞ മാസം പെൻഷൻ കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കുന്ന സർക്കാരാണ് 150 കോടി രൂപ സർക്കാരിലേക്ക് എത്തേണ്ടത് മാറ്റിവെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കാലങ്ങളായി ഇൻസ്റ്റിറ്റ്യൂഷണൽ തട്ടിപ്പിൽ കുടുംബ ഒന്നു ചേർന്ന് നടത്തുന്ന പ്ലാനിങ്, തിരുട്ട് സംഘം എന്നൊക്കെ പറയത്തില്ലേ, ആ തിരുട്ട് സംഘമാണ് പിണറായിയുടെ കുടുംബം എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും ഞാൻ ചോദിച്ച ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് എങ്ങനെ പറയുന്നു എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകിയില്ല. ആ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരും. അതിനു മുമ്പ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ,